സാറ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം തുടരുകയാണ്. അതിനിടയിലാണ് RSS തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മോദിക്കുള്ളൊരു സന്ദേശമായി തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ RSS പറഞ്ഞിരിക്കുന്നത് ചർച്ചയുമായി മുന്നോട്ട് പോയി അത് വിജയം കണ്ടില്ലെങ്കിൽ ഇന്ത്യ മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്നാണ് RSS തങ്ങളുടെ പ്രസ്താവനയിലൂടെ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് RSS ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രധാനപ്പെട്ട ആണെങ്കിലാണോ പറഞ്ഞിരിക്കുന്നത്? സുനിൽ അംബേദ്കർ ഒരു RSS ചുമതലയുള്ളവരാണ്. എനിക്ക് പ്രധാനപ്പെട്ട ആളുകളെ അറിയില്ല, ചോദിച്ചത് ഒഫീഷ്യൽ സാധനമാണോ? അതെ, എനിക്കിത് അതായി. ഞാൻ അത്ര RSS അങ്ങനെ ഒരു കൈവിട്ട കളി കളിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കൈവിട്ട് കളിക്കുന്ന ഓർഗനൈസേഷനാണ് RSS ആയി നിൽക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം നല്ലത് കാര്യം. ചർച്ചയുടെ കാര്യം നടന്നില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് അത് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ സമ്പന്യായമാണ്. ആക്രമിക്കണം, അവിടെ ഹിന്ദുക്കൾ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഇതിപ്പം കാശ്മീരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാൻ ആക്രമിച്ച് എങ്ങനെ ഉണ്ടാവും? കാരണം കാശ്മീർ നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ്, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതൊരു സ്വന്തം പരമാധികാര രാജ്യമാണ്, അവർ ഹിന്ദുസാണ്, നമ്മളെ ആളുകളാണ് എന്നൊക്കെ ഉള്ളത് ശരി തന്നെയൊക്കെ തന്നെയാണ്. ഇതുണ്ടാക്കുന്ന ഇൻ്റർനാഷണൽ റിപ്ലിക്കേഷൻസ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട്? അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങൾ കോൺഗ്രസിന് നമ്മളെല്ലാവരും കുറ്റമായി, കോൺഗ്രസ് അത് ചെയ്തില്ല. കോൺഗ്രസ് പലതും ചെയ്യാതിരുന്നത് ഈ ഇൻ്റർനാഷണൽ റിപ്ലിക്കേഷൻ പേടിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് ഈ രാജ്യം വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ നിന്നുപോയത്. അല്ല, അങ്ങനെ പറയുമ്പോൾ ഈ മുംബൈയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഒരു മൗനത്തിലായിരുന്നു. മറിച്ച് മറ്റ് പുൽവാമയിലും മറ്റ് ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായൊരു തിരിച്ചടി നൽകിയതോടെ അത് അവസാനിക്കുന്ന. പാർലമെന്റ് ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യ സൈലന്റ് ആയിരുന്നു. അത് BJP അല്ലേ മേടിച്ചോണ്ടേ. ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ മരുഭൂമി വലിയ സൈനിക വിന്യാസം നടത്തി, പക്ഷേ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ വാജ്പേയിക്ക് അറിയാമായിരുന്നു അത് കൈവിട്ട കളിയാണ്. രണ്ട്, ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ സമയത്ത് ഇന്റർനാഷണൽ തീവ്രവാദത്തിന് ഈ അമേരിക്ക ഇതിന് സ്പോൺസർ, ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ സ്പോൺസർ അമേരിക്കയാണ്. ആദ്യം മനസ്സിലാക്കി. അതുപോലെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സ്പോൺസർ അമേരിക്കയായിരുന്നു. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സോവിയറ്റ് നിലപാടെടുത്തുകൊണ്ട് സിഖ് തീവ്രവാദത്തെയും കശ്മീർ തീവ്രവാദത്തെയും നോർത്ത് ഈസ്റ്റ് തീവ്രവാദം എല്ലാം സപ്പോർട്ട് ചെയ്ത് അതിനെ ഫണ്ട് നൽകിയതും ത്രൂ അമേരിക്കയാണ്. അമേരിക്കൻ ഫണ്ടാണ് പാകിസ്ഥാൻ വഴി ഇങ്ങോട്ട് എത്തിയത്. പിന്നെ കുറച്ചൊക്കെ ചൈനീസ് ഫണ്ട്, ചൈനക്കാർക്കൊന്നും ഫണ്ട് കൊടുക്കാനുള്ള പൈസ ഒന്നും ഇല്ല, നമ്മളെ പോലെ തന്നെ ദാരിദ്ര്യമായിട്ട്. പക്ഷെ കുറച്ച് ഫണ്ട്, കുറച്ച് അവരുടെ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ അവിടെ ഒക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പുൽവാമയുടെ കാര്യം വരുമ്പോൾ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സിനാരിയോ ഏതാണ് നമുക്ക് അനുകൂലമായി തിരിഞ്ഞിരുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള ഒരു ഇസ്ലാമിക് തീവ്രവാദത്തിനെതിരെ ഇൻ്റർനാഷണലി ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയൊരു പൊസിഷൻ സ്ട്രൈക്ക് നമ്മൾ നടത്തിയെന്നേ ഉള്ളൂ. അതിനുശേഷം അവരിവിടെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ കാശ്മീരിലെ മിലിറ്ററി എയർബേസിനെ സ്ട്രൈക്ക് ചെയ്യുക, വർദ്ധമാനം പിടിച്ചുകൊണ്ടുപോയി ചെയ്തിരുന്നു. തിരിച്ച് നമ്മൾ പിന്നോടൊക്കെ അത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാതെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അടിയാടെ തിരിച്ചടിയല്ല, അങ്ങനെ കണ്ണൂർ സ്റ്റൈലിൽ പോകണ്ടേ. ഇപ്പം കണ്ണൂർ പോലെ കാര്യമാണ്. ഇപ്പം രണ്ടുപേരും ട്രൂസിലെത്തി. അത് എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല? മോഡിക്ക് തിരിച്ചടിക്കാൻ ആഗ്രഹമില്ലായിട്ടൊന്നല്ല, മോഡിയുടെ സ്വഭാവം നമുക്കറിയാലോ. പക്ഷെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റിപ്ലിക്കേഷൻ സ്വീകരിക്കും. അതാണ് നിങ്ങളിപ്പോൾ ഇവൻ അമേരിക്കയെ ചിരിച്ച് കാണിക്കുന്നു എന്നുള്ളത് അമേരിക്ക കൂടുതലും തെറ്റിദ്ധരിക്കും. ഇപ്പം മനസ്സിലായല്ലോ ബംഗ്ലാദേശിൻ്റെ കാര്യം വന്നപ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യമേ. അതുകൊണ്ട് അധികം നമ്മൾ വേൾഡിലെ നമ്പർ 1 പവർ ആവുന്നവരെ അനാവശ്യ യുദ്ധങ്ങളിലേക്ക് പോയി കൈകടത്താതിരിക്കുന്നതാണ്. അല്ല, അപ്പോൾ എന്തായിരിക്കും RSS ഉദ്ദേശിച്ചത്? സംഭാഷണം ബലം കണ്ടില്ലെങ്കിൽ അടുത്ത വഴി തേടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വഴി യുദ്ധം. RSS ഒരു ലോജിക്കലി ഒരു യുദ്ധം എന്നുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഉറപ്പ് കിട്ടും. ട്രംപ് നമുക്ക് അങ്ങനെ ഒന്നും ഡിഫെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ബേസിക്കലി അവിടെ അമേരിക്കയിലെ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പറയുന്നതിനപ്പോൾ ട്രംപിന് പോകാൻ പറ്റില്ല. അത് കേട്ടില്ല, ട്രംപിനെ അവർ കൊല്ലും. അവർക്ക് അത് ചില കാര്യമൊന്നുമല്ല. അമേരിക്ക ഏറ്റവും കൂടുതൽ സഹിച്ച കനഡിനെ വെടിവെച്ച് വന്ന ടീമാണ്. അവർക്ക് ട്രംപ് എന്നുള്ള അമേരിക്ക കേൾക്കാന്നല്ല അതേപ്പെടുന്ന ഹുസൈനെ കൊല്ലം പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്ന വെച്ചിട്ട് ഇന്ത്യൻ്റെ ഈ പറയുന്ന കാശ്മീരിൽ അവർ ചെയ്യുന്ന പോലെ നമ്മളവിടെ ഹിന്ദു മിലിറ്റൻ്റ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതാണ് പിന്നെയും ചെയ്യാൻ പറ്റും. അതാണ് കുറേ പിടിക്കപ്പെടുന്നവരെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. അത് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഇവിടുന്ന് ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന പോലെ എളുപ്പം നല്ല ഇന്റർനാഷണൽ കാര്യം. നമ്മൾ ആദ്യം നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ഉണ്ടല്ലോ, അവിടെ ഈ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പല പ്രശ്നങ്ങളും നടക്കുന്നതായുള്ള ചില വാർത്തകളെല്ലാം വരുന്നുണ്ടല്ലോ മുൻപ്.
ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും വരുന്നില്ല. പക്ഷെ അതിന് സമാനമായി തന്നെ ആ രീതിയിലൊരു കടന്നുകയറ്റം, അല്ലാതെ രഹസ്യമായി തന്നെ ആ പ്രവർത്തനങ്ങളിലുമായി മുന്നോട്ട് പോകാൻ ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് കഴിയില്ല. അല്ല, അങ്ങനെ ഇന്ത്യക്ക് പറ്റും. ബലൂചിസ്ഥാൻ രാജീവ് ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ സപ്പോർട്ടായിട്ട്. രാജീവ് ഗാന്ധിക്ക് ശേഷം വന്ന് നരസിംഹറാവു അത്ര സപ്പോർട്ട് കഴിയില്ല. അന്നൊക്കെ ഡോവലിനൊക്കെ തുറന്നു വിട്ടിരിക്കുകയും നമ്മൾ തന്നെയാണ് അവിടെ. അതിനുശേഷം അവിടെ തീവ്രവാദം കുറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വൃത്തിയായിട്ട് ജനതാദൾ ഗവൺമെൻറ് വന്നപ്പോഴാണ് പിന്നെയും കാശ്മീരിൽ തീവ്രവാദം ശക്തിപ്പെട്ടു. അവിടെ നിർത്തിയപ്പോൾ ഇവിടെ ശക്തിയുണ്ട്. അവിടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം BJP ഗവൺമെൻറ് വന്നപ്പോൾ രണ്ടാമത് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലൊരു കാര്യം ബംഗ്ലാദേശിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ വില കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ വില, കാരണം അവർ കാരണം നോക്കി ഒരു പ്രകോപനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ പാവങ്ങളെ സംബന്ധിച്ച് അവർക്ക് മറ്റു വഴിയില്ല. അവർ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം നടത്തി ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ അതിന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊസോവോ എന്ന് പറഞ്ഞ രാജ്യം ബാൾക്കൻ സ്റ്റേറ്റുകളുണ്ടായിരുന്നു, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. കൊസോവോ നിൽക്കുന്നത് കൊസോവോ അമേരിക്കൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് അവർ അംഗീകരിക്കില്ല. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു ലോകത്തിന് അമേരിക്കൻ സപ്പോർട്ട് വളരെ നന്നാകും. അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സാധനവും അത്ര ഇന്റർനാഷണൽ പുതിയൊരു ബൗണ്ടറി ഉണ്ടാക്കാനോ കടന്നു കയറ്റാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ശത്രു, അമേരിക്കയുടെ ശത്രു നിങ്ങൾ നാറ്റോയുടെ ശത്രു, നാറ്റോയുടെ ശത്രുവായ നിങ്ങൾ UN ശത്രു, UN ശത്രു നിങ്ങൾ ഗ്ലോബൽ ശത്രു. പിന്നെ നിങ്ങൾ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് എളുപ്പമല്ല. അത് നിങ്ങൾ ഈ ഹിന്ദു ദൈവങ്ങളെ കൂട്ടത്തിൽ ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവനാണല്ലോ. ബ്രഹ്മാവ് ഇങ്ങനെ വളരെ കൂളായിട്ടിരിക്കുന്നതാണ്. ശിവനിങ്ങനെ രൗദ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. വിഷ്ണുവിനെ പോകുന്നത് ചെയ്തിട്ടോ. വിഷ്ണുവാണ് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. സുരേഷ് ഗോപി ഡാൻസ് ചെയ്യുന്ന പോലെയാണ് മുമ്പൊരു കാര്യം. കഷ്ടപ്പെട്ടൊരു ചിരി മുഖത്ത് കാണാം. ഈ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിരിക്കും നിങ്ങൾക്ക് എന്തും പറയും. മോഡിയുടെ സീറ്റിൽ കയറിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. മോഡിക്ക് ഇപ്പം വേണമെങ്കിൽ സ്ട്രൈക്ക് നടത്താൻ പറ്റാറ്റൊന്നുമല്ല. പാകിസ്ഥാൻ അങ്ങനെ നിന്ന് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല മോഡി. എന്താ ചെയ്യാതെ അഫ്ഗാനിസ്ഥാനിൽ ഇടപെടണം മോഡിക്കുണ്ട്. എന്താ ഇടപെടാത്ത? അത് ഭയങ്കര തിരിച്ചടി ഉണ്ടാവും. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. റോം, കാർത്തേജ് എന്ന് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഏൻഷ്യൻ്റ് കാലഘട്ടം യൂറോപ്പ്. കാർത്തേജ് റോമിനെ എല്ലാവരും യുദ്ധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്ന, പക്ഷേ മറ്റെല്ലാവരും ഒതുക്കിയതിന് ശേഷം ഈ ഇനി ഹരിവന്ന സിനിമയിൽ ഇവർ ആദ്യം തോമസ് കുട്ടീനെ അടിച്ചൊതുക്കിയതിന് ശേഷം ഇവന്മാർ പരസ്പരം ബോക്സ് ചെയ്യുന്ന പോലെ ഇവർ പിന്നെ കാർത്തേജ് ആയിട്ട് യുദ്ധം. ഏതാണ്ട് 100 വർഷക്കാല യുദ്ധം. അന്ന് കാർത്തേജ് അവസാനിച്ച് ചുട്ടരിച്ചതിന് ശേഷമാണ് റോമ അവരുടെ മേധാവിത്വം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. നിങ്ങൾ നിങ്ങൾ മേധാവിത്വം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് കൈവിട്ട് കളിക്ക് പോകാം. പല രാജ്യവും സദ്ദാം ഹുസൈന് പറ്റിയ അബദ്ധതാണ്. അപ്പോൾ നിങ്ങൾ ഇസ്രായേൽ അമേരിക്കയുടെ പ്രോക്സിയാണ്, അല്ല അമേരിക്ക ഇസ്രായേലിൻ്റെ പ്രോക്സിയാണ്. അങ്ങനെ കണ്ടാൽ മതി. അല്ല നമുക്കോ പാകിസ്ഥാനൊന്നും അങ്ങനെ കൈവിട്ട് കളിക്കാനുള്ള എന്താണ് പറയുക, അതിനുള്ള ശേഷി ഇപ്പോഴും എത്തിയിട്ടില്ല. പാകിസ്ഥാനെക്കാട്ടും നമുക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ അമേരിക്കൻ അങ്ങനെ, മാത്രമല്ല ചൈന ഒരു കാരണം കിട്ടി കഴിഞ്ഞാൽ അമേരിക്കൻ്റെ കൂടെ നമുക്ക് ഇട്ടുത്താം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ, കവേർട്ട് ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇത് UN വഴി സാമ്പത്തിക ഉപരോധമോ മറ്റേ ബംഗ്ലാദേശിനെതിരെ ഏർപ്പെടുത്തുക, എന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ അത് പാകിസ്ഥാൻ്റെയൊക്കെ സഹായം കിട്ടും. പിന്നെ ദാരിദ്ര്യമൊക്കെ കഷ്ടപ്പാട് വരുമ്പോൾ ആളുകൾ മിലിറ്റൻസി ഇന്ത്യകൾ കൂടുതൽ പിന്നെ അവിടെ സേഫ് അല്ലാതായി മാറും. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഹിന്ദുസിൻ്റെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. ഏത് സാഹചര്യം, ഏത് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്താലും അവരുടെ സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്നു. അവിടെ ഇപ്പം അതൊന്നും നടക്കുന്നില്ല. ഇപ്പം മോഡി അവരെ വെൽക്കം ചെയ്താൽ മറ്റവന്മാർ വിടണ്ടേ. ഫൈനലി അവിടെ വരാൻ പോകുന്നത് അവിടെ ഒരു ഹ്യൂമൻ ക്രൈസിസ് വരും, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ക്രൈസിസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവസാനം അവിടെ ഒരുപക്ഷെ ഒരു ഹിന്ദു രാജ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ലോകത്തെ ഏക ഹിന്ദു രാജ്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒഫീഷ്യലി. ഇന്ത്യ അൺഒഫീഷ്യലിയാണ് ഹിന്ദു രാജ്യം, ഒഫീഷ്യലി അല്ലത്. അപ്പോൾ ഒരു ഡിവൈഡ് ആവുമെന്ന് ബംഗ്ലാദേശ് ഡിവൈഡ് ആവും 3. പക്ഷേ അമേരിക്ക ഇവിടെ മനസ്സ് വെക്കണം. അമേരിക്കയൊക്കെ അവിടെ ഓൾറെഡി ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവർ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹിന്ദു രാജ്യം ആവശ്യം, ഒരു ബുദ്ധിസ്റ്റ് രാജ്യം ചിലപ്പോൾ അവിടെ വരും. ചൈനയുടെ താല്പര്യം കൊണ്ട്, ചൈനയുടെ അല്ലെ ടിബറ്റ്, അങ്ങനെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ താല്പര്യം കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ബംഗ്ലാദേശും ബീഹാറും ഒറീസയും എല്ലാം തങ്ങളുടെ ഭാഗമാണെന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ ഇയാൾ മറുപടി കൊടുത്തിട്ടുണ്ട്. പൂമുള്ളി ഇന്ത്യയുടെ അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. ഇത്രേ പറയാനുള്ള കാര്യത്തിൽ. പിന്നെ ഈ BJP RSSന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ RSSന് ബേസിക്കലി ഞാൻ വിചാരിക്കുന്നില്ല ബേസ്ഡ് ഓൺ ആൻറ്റി മുസ്ലിം. പക്ഷെ പലപ്പോഴും ഈ മുസ്ലിങ്ങളൊക്കെ പറയുന്ന ഈ തീവ്ര മുസ്ലിം വിരുദ്ധ പലപ്പോഴും ചില വേദികളിലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് RSSന്റെ കേരളത്തിൽ. അത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്നുള്ള ഒരു വേദി ഞാൻ പൊതുവെ അങ്ങനെ പങ്കെടുക്കാത്തതാണ്.
നേരിട്ട് RSS വേദിയല്ല, പക്ഷെ RSS നടത്തുന്ന പ്രോഗ്രാം. അപ്പം അതിൽ അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് ശത്രുക്കളെ കണ്ട വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന അന്യമനസ്സെ കണ്ട മതമാണ് ഇസ്ലാം. അങ്ങനെയല്ല പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഒരു ട്രൂസ് ഉണ്ടാവുന്നു. ആ ട്രൂസ് കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളെ കണ്ടാൽ വധിക്കണമെന്ന് ഒരു ആയത്ത് പറയുന്നതാണ്. അല്ലാതെ എല്ലാ ഞാൻ നിന്നെ കണ്ട വെട്ടിക്കൊല്ലണം, അല്ലെങ്കിൽ നീ എന്നെ കണ്ട വെട്ടിക്കൊല്ലണം, പൈസ ഇന്ത്യക്കാരനെ കണ്ട വെട്ടിക്കൊല്ലണം, ഇന്ത്യക്കാരൻ പൈസ, അങ്ങനെ അല്ല അത് പറയുന്നത്. എന്ന് അതെടുത്ത് പറയും. ഇത് പറഞ്ഞാൽ എക്സ് മുസ്ലിംസിന് പലപ്പോഴും അല്ലെങ്കിൽ ഇവരൊക്കെ ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അവരെ സ്വാധീനിക്കുന്ന ആരാന്നൊക്കെ നമ്മൾ നോക്കണം. അത് RSS പറയേണ്ട സാധനമല്ല. കാരണം എല്ലാ മതങ്ങളും ഗുണവും ദോഷമുണ്ട്. അപ്പോൾ പിന്നെ ഈ മറ്റുള്ളവരെ കൊല്ലാനൊന്നും പറയാത്തവരൊരു എന്താ എനിക്കൊരു പുതിയ നിയമമാണ്. ബൈബിൾ പുതിയ നിയമത്തിൽ ഇല്ല, പഴയ നിയമത്തിലൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പണ്ഡിതരായി കുറേ പുതിയ മുസ്ലിം പണ്ഡിതർ വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സോഷ്യൽ മീഡിയ വഴി തെറ്റായ ഒരു പ്രചരണം അതുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏതോ നാളെ വന്നിട്ട് അയ്യപ്പൻ ശബരിമല പോയപ്പോൾ ബാബറിനെ കണ്ടു. അപ്പോൾ ബാബർ വെച്ച് എന്താണ് ആവശ്യം? അപ്പോൾ എൻ്റെ നാട്ടുകാരനാണ് നാളെ, ഞാനൊന്നും ഇങ്ങനെ അത് കേട്ടില്ല, അത് പറയില്ല. അയ്യപ്പൻ വന്നപ്പോൾ പുലിപ്പാൽ വേണം, ഇങ്ങനെ കമാൺ പോലീസ് കമാൺ പുലിപ്പാൽ കൊടുക്കുന്നു എന്നൊക്കെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഒരു ചരിത്രപരമായ അടിസ്ഥാനമുള്ള മതപരമായ അടിസ്ഥാനമില്ല, ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന മണ്ടന്മാർ അവിടെ ഉണ്ട്. ഈ മണ്ടന്മാരോട് പ്രതികരിക്കലല്ലോ ബുദ്ധിമാന്മാരുടെ രീതി. ഞാനീ പറഞ്ഞ ആളുകളായിട്ടൊന്നും അല്ല, അവർക്കിപ്പോൾ സമൂഹത്തിൽ കൂടുതൽ അത് സ്വാധീനം അവർക്ക് അവർ അങ്ങനെയുള്ള ആളുകൾ നേരിടുന്നുണ്ടല്ലോ. അതൊരു ഒഫീഷ്യൽ സംഘടനയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദികളിൽ അത് പറയരുത്. അത് വേദത്തെ അങ്ങനെയുള്ള ആളുകൾ ഏതാണ്ട് അവർ നേരിട്ടുള്ളൂ. കാവിപ്പട എന്നൊക്കെ പറഞ്ഞുള്ള പയ്യന്മാരുണ്ടല്ലോ, അവർ ഒഫീഷ്യലൊന്നും അല്ലല്ലോ, അവർ നേരിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ വേദികളിലൊന്നും അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എനിക്കന്ന് ആ വേദി എന്താ പറയുക, അന്ന് ഞാൻ ബംഗ്ലാദേശിനോട് എനിക്ക് ഐക്യദാർഢ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ പങ്കെടുത്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എൻ ഒഫീഷ്യൽ പ്രോഗ്രാം, വേറൊരു. അപ്പം എനിക്കത് ഭയങ്കര അവസാനം എൻ്റെ ഒരു വേദി അനുസരിച്ച് ഞാനൊരു അതിര് കാണുന്ന പ്രതികരണത്തിന് പോവുകയോ അല്ലെങ്കിൽ എൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതില്ല. പക്ഷെ അതൊരു അനാവശ്യമായിരുന്നു. അപ്പോൾ അത്തരം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് RSS അപ്പോൾ മുസ്ലിംസിനെല്ലാം കൊന്നു കളയണം എന്നാലും മുസ്ലിംസ് വെറുക്കപ്പെടേണ്ടവരാണ്, ഭീകരന്മാരാണ് എന്ന് പറയുന്ന സംഘടനയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ഐ എം എ മുസ്ലിം. അതല്ല RSS എന്ന് എനിക്ക് തോന്നിയുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അന്നത്തെ കോണ്ടക്സ്റ്റ് പറഞ്ഞുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊല്ലണം, ഗുരുജി അന്ന് വിഭാടനം ചെയ്യണം എന്നാണ് വാക്ക് ഉപയോഗിച്ച്. അന്നത്തെ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. അന്ന് വെച്ചാൽ ഒരു മുസ്ലിം രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു, പാകിസ്ഥാൻ വരുന്നു, ക്രിസ്ത്യൻ മിഷണറീസ് ഭീകരമായിട്ട് ഹിന്ദു ദൈവങ്ങളെ സ്നേക്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെയും അതുപോലെ മങ്കി ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹനുമാനെയൊക്കെ അപമാനിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിലെ 13 വർഷമാക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഗുരുജി അങ്ങനെ പറഞ്ഞത്. അത്തരം കോണ്ടക്സ്റ്റുകളിലാണ് ഖുർആനിലും ഇത്തരം ആയത്തുകൾ വന്നിട്ടുള്ളത്. പിന്നെ RSS 80കളിൽ അവസാനം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തില്ല. പക്ഷേ ഇസ്ലാം പോലെയുള്ള ഒരു ദൈവികമാണെന്ന് കരുതപ്പെടുന്ന മതഗ്രന്ഥത്തിൽ നമുക്ക് എളുപ്പം കടന്നിട്ട് ഇനി അത് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അത് ആ കോണ്ടക്സ്റ്റ് എന്താണെന്ന് വിശദീകരിക്കുകയാണ് കേട്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം ഒരുപാട് കോംപ്ലക്സിറ്റീസ് നമ്മൾ ചുറ്റും നമ്മൾ ഈസിലി ക്യാരി അവേ ചെയ്യാൻ പാടില്ല. പലപ്പോൾ യൂട്യൂബിലൊക്കെ വന്ന ആളുകൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മറ്റൊന്നൊക്കെയാണ്. ഇപ്പോൾ പല ആളുകളാണ് എന്നിട്ട് വന്ന് ദൈവത്തിൻ്റെ പേരിൽ ആളുകളെ വെല്ലുവിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചടി കിട്ടിയാൽ അടി കിട്ടുന്ന വാങ്ങി കൊടുക്കുക, അത് നമ്മൾ പറയുന്ന മാത്രം വീഡിയോയിൽ എടുത്ത് കൊടുക്കുക എന്നൊക്കെ രീതിയിലുള്ള ഭയങ്കര വൃത്തിയിട്ട സംഭവമാണ് ഞാൻ യൂട്യൂബ് കാണുന്നത്. അതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതങ്ങനെയുള്ള ആളുകൾ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. മനസ്സിലായില്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.